സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചത്. എല്ലാവരും സഹകരിക്കുക. നമ്മൾ ഇന്നിവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തിയുമാണ്. ഈ ദശകത്തിൽ വിഷ്ണു ഭഗവാന്റെ അവതാരമായി ധന്വന്തരി മൂർത്തിയും ലക്ഷ്മി ദേവിയുടെ അവതാരവും ലക്ഷ്മി ദേവിയുടെ സ്വയംവരവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ ദശകത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പാലാഴി മദനത്തെക്കുറിച്ചാണ് വിശദമായി പഠിച്ചത്. കത്തിജ്വലിക്കുന്ന കാളകൂടം എന്ന വിഷം സമുദ്രത്തിൽ നിന്ന് ദേവന്മാരുടെ മുൻഭാഗത്തായി ഒഴുകിത്തുടങ്ങി. ദേവന്മാരുടെ സ്തുതിവാക്യങ്ങളിൽ സന്തുഷ്ടനായ ശ്രീപരമേശ്വരൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അതിനെ മുഴുവൻ പാനം ചെയ്തു. ഇതാണ് ശ്ലോകം 1ൻ്റെ അർത്ഥം. ത്രിധാമായ ഭഗവാനെ ദേവാസുരന്മാർ വീണ്ടും മദനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാമധേനു ഉണ്ടായി. അതിനെ ഭഗവാൻ ഋഷിമാർക്ക് സമർപ്പിച്ചു. പിന്നീട് ഉച്ചൈസ്രവസ് എന്ന അശ്വരത്നം ഉണ്ടായി. പിന്നീട് ഐരാവതവും കൽപ്പകവൃക്ഷവും അപ്സര സ്ത്രീകളും ഉത്ഭവിച്ചു. അവരെ ദേവന്മാരെ ഏൽപ്പിച്ചു. ഇതാണ് ശ്ലോകം 2ൻ്റെ അർത്ഥം. ഇതിൽ കാമധേനു ദിവ്യമായ പശുവും ഉച്ചൈസ്രവസ് എന്ന കുതിരയും ഐരാവതം എന്ന ആനയുമാണ്. അല്ലയോ ജഗദീശ, ആ സമയം അങ്ങയിൽ അനുരാഗത്തോടു കൂടിയവളും മോഹനമായ രൂപസൗകുമാര്യത്തോടു കൂടിയവളുമായ ലക്ഷ്മി ദേവി ആവിർഭവിച്ചു. നിർമ്മലാംഗിയായ ആ ദേവിയെ കണ്ടിട്ട് മനസ്സിളകിപ്പോയ എല്ലാവരും അവളെ ആഗ്രഹിച്ചു. ഇതാണ് 3ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ദേവരാജനായ ഇന്ദ്രൻ ഭഗവാനിൽ സമർപ്പിച്ച മനസ്സോടുകൂടി ആ ദേവിക്കായി ഉടനെ തന്നെ രത്നപീഠം നൽകി. മഹർഷിമാരെല്ലാം കൊണ്ടുവന്ന അഭിഷേക സാമഗ്രികളെ കൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ദേവിയെ അഭിഷേകം ചെയ്തു. ഇതാണ് 4ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അഭിഷേക ജലത്തിനെ തുടർന്നുകൊണ്ടുണ്ടായ അങ്ങയുടെ മനോമോഹനങ്ങളായ കടാക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ അവളെ ദേവന്മാർ രത്നകുണ്ടലങ്ങൾ, പീതാംബരം, മുത്തുമാല മുതലായവയെ കൊണ്ട് അലങ്കരിച്ചു. ഇതാണ് 5ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ ലക്ഷ്മി ദേവി വന്നുകൂടിയ വണ്ടുകളുടെ ശബ്ദത്തോടു കൂടിയ വരണമാലയെ കയ്യിലെടുത്തുകൊണ്ട് കുജകുംഭങ്ങളുടെ ഭാരം നിമിത്തം മന്ദം മന്ദം നടക്കുന്നവളായി പാദങ്ങളിൽ കിലുങ്ങിക്കൊണ്ടിരുന്ന മനോഹരങ്ങളായ കാൽച്ചിലമ്പുകളോട് കൂടിയവളായിട്ട് ലജ്ജാവിവശയായി ഭഗവാനെ സമീപിച്ചു. ഇതാണ് 6ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. പരമേശ്വരൻ, ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരെയും ഗുണവാന്മാരാണെങ്കിലും അല്പം ചില ദോഷങ്ങളുള്ളതുകൊണ്ട് അവരെ അലക്ഷ്യമായി കടന്ന് ഈ ദേവിയിൽ സദാകാലവും സകല സൽഗുണങ്ങളാലും ഏറ്റവും മനോഹരമായി ഇരിക്കുന്ന ഭഗവാനിൽ തന്നെ ആ ദിവ്യ വരണമാല്യം ചാർത്തി. ഇത് ദേവിയുടെ സ്വയംവരമാണ്. ഇതാണ് 7ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭഗവാനാകട്ടെ ലോകങ്ങൾക്കെല്ലാം മാതാവായി മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടു കൂടിയവളായിരിക്കുന്ന ഈ ദേവിയെ ഉടനെ തന്നെ മാറോട് ചേർത്ത് മാനിച്ചു. അങ്ങയുടെ മാറിടത്തിൽ വിലസുന്ന അവളുടെ ശ്രീകരമായ കടാക്ഷവർഷത്താൽ ലോകമെല്ലാം സമ്പൽ സമൃദ്ധിയോടു കൂടിയതായി ഭവിച്ചു. ഇതാണ് 8ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അത്യധികം മോഹിപ്പിക്കുന്ന വിലാസത്തോടു കൂടിയവളായി മതത്തെ വർദ്ധിപ്പിക്കുന്നവളായ വാരുണി ദേവി ഉത്ഭവിച്ചു. ഭഗവാൻ അജ്ഞാനത്തിന് ഇരിപ്പിടമായ ഇവളെ അത്യധികം ആദരവോടുകൂടി അസുര ശ്രേഷ്ഠന്മാർക്ക് നൽകി. ഇതാണ് 9ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. അനന്തരം പുതിയ കാർമുകിൽ എന്ന പോലെ സുന്ദരനും തൃക്കൈകൾ കൊണ്ട് കലശത്തിൽ അമൃതം വഹിച്ചുകൊണ്ട് ധന്വന്തരി മൂർത്തിയായി ഭഗവാൻ തന്നെ ആ അലയാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. അപ്രകാരമുള്ള ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണമേ എന്നാണ് 10ാം ശ്ലോകത്തിൽ ശ്രീമൻ നാരായണ ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നത്. സുപ്രഭാതം ചൊല്ലുന്ന ഈണത്തിലാണ് ഈ ദശകം ചൊല്ലുന്നത്. അതുപോലെ തന്നെ മുമ്പ് പഠിപ്പിച്ച ദശകം 25ഉം 26ഉം ഒക്കെ നല്ലവണ്ണം പഠിച്ചെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്തിരി പ്രയാസമുള്ള വാക്കുകളൊക്കെയാണ്. അത് കുറേ തവണ ചൊല്ലി പഠിച്ചാൽ മാത്രമേ നല്ലവണ്ണം ചൊല്ലാൻ പറ്റുള്ളൂ. ഇതും ഏകദേശം അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ദശകം 25 ചൊല്ലുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാന്റെ രൗദ്രാവതാരമാണ്. ഞാനത് പഠിപ്പിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ചൊല്ലിയിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, കുറച്ച് ബലത്തിൽ സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ, ഇങ്ങനെ വേണം ചൊല്ലാനായിട്ട്.
ഓരോ വാക്കിനും പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം അത് ചൊല്ലിപ്പഠിക്കാൻ. അത് നമ്മൾ ചൊല്ലിപ്പഠിക്കുമ്പോൾ തന്നെ അത് അതേ രീതിയിൽ ചൊല്ലിപ്പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. ഞാനിത്തിരി അത്രയും ബലം കൊടുത്തിട്ടില്ല, കാരണം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വാക്കുകളൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ദശകം 28 ചൊല്ലിത്തുടങ്ങാം. ശ്രീമദ് നാരായണീയം ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃതോൽപ്പത്തിയും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്ദിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തത് നിപപൗ ഭവത്പ്രിയാർത്ഥം. നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വിമതൽസു സുരാസുരേഷു ജാത സുരഭിസ്ത ഋഷിഷു നദാസ്ത്രിധാമൻ. ഹയരത്നമഭൂതദേവരത്നം ദ്യുതരുച്ചാപ്സരസ സുരേഷു താനി. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമല ബഭൂവ ദേവി. അമലാമവലോക്യയാം വിലോല സകലോഭി സ്പൃഹയാം ബഭൂവ ലോകാ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യേ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യധാരീത്. സകലോപഹൃതാഭിഷേചനീയൈർ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. അഭിഷേകജലാനുപാതിമുഗ്ധ ത്വദപാംഗേ അവഭൂഷിതാംഗവല്ലീ. മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയന്യഭൂഷൺ. വരണസ്രജമാതഭൃംഗനാദാം ദദതി സാ കുജകുംഭമന്ദയാനാ. പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദാ. ഗിരിശദ്രുഹിണാദിസർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ. അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാപി ദിവ്യമാലാ. ഉരസാ തരസാ മമാനിദൈനാം ഭുവനാനാം ജനനി അനന്യഭാവാം. ത്വദുരോ വിലസത്തദീഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. അതിമോഹന വിഭ്രമാത്തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത്. തമസഃ പദവി അദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യാ. തരുണാംബുദസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ. അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമഃ. ശ്രീ ഹരിയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.